നിലമ്പൂരിൽ വോട്ടെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം. അതായത് ഒരാഴ്ച കഴിഞ്ഞാൽ അങ്ങോട്ട് നിശബ്ദ പ്രചരണവും പിന്നെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളുടെ പ്രയാണവും വോട്ട് കുത്തലുമാണ്. അതുകൊണ്ട് തന്നെ താര നേതാക്കൾ, അതായത് വളരെയധികം സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള നേതാക്കളൊക്കെ മണ്ഡലത്തിലേക്ക് എത്തിത്തുടങ്ങി. 14-ാം തീയതി UDFന്റെ ക്യാമ്പയിന് പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതേപോലെ തന്നെ PV അൻവറിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി യൂസഫ് പഠാൻ, ഇന്ത്യൻ ക്രിക്കറ്ററായിരുന്നു, പിന്നീട് തൃണമൂലിന്റെ MP ആയ യൂസഫ് പഠാൻ നിലമ്പൂരിൽ വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 13, 14, 15 തീയതികളിൽ, അതായത് 3 ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിൽ കൺവെൻഷനുകളിൽ പങ്കെടുത്ത് സംസാരിക്കും. അതുപോലെ നേതാക്കൾ എല്ലാ ആളുകളും തന്നെ ഊർജ്ജസ്വലരായി പ്രചരണ രംഗത്ത് ഉണ്ട്. ഇതിങ്ങനെ പ്രചരണം ഒരു സ്ഥലത്തുകൂടി നടക്കുമ്പോൾ മറുവശത്ത് UDFന്റെ അണ്ടർഗ്രൗണ്ട് വേലയുണ്ട്. എങ്ങനെയെങ്കിലും ജയിച്ചു കയറണം. അവർക്ക് ജയിച്ചു കയറാൻ വേണ്ടി കുടില ബുദ്ധിയും അല്ലെങ്കിൽ കുതന്ത്രവും അല്ലെങ്കിൽ കൂടോത്രവും കാണിക്കുമെന്നാണ് VD സതീശനും സംഘവും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവർ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ സംഘടനയാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവിടെ പോരാടിയ മനുഷ്യനാണ് ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്ന നാൾ ഒക്കെ തന്നെ അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ മാത്രം അദ്ദേഹം ഭക്തനായിരുന്നു. അദ്ദേഹം ഹജ്ജ് കർമ്മത്തിലൊക്കെ പോയി, അതൊക്കെ നമുക്കറിയാം. അദ്ദേഹം കൃത്യമായും തീവ്ര ഇസ്ലാമിസ്റ്റ് കക്ഷികളെ, അതായത് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ ശക്തിയുക്തം എതിർത്തിരുന്ന വ്യക്തിയാണ്. ആ ശക്തിയുക്തം ആരാണോ എതിർത്തത്, തൻ്റെ പിതാവ് എതിർത്തിരുന്ന സംഘടനയെ ഒപ്പം കൂട്ടി വോട്ട് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത്. അപ്പോൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ വിമർശനമുണ്ടായി. ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ്, ആര്യാടൻ ഷൗക്കത്തും ഒരു പരിധിവരെ ഇതൊക്കെ തന്നെയാണ് നമ്മളോട് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ വെൽഫെയർ പാർട്ടിയുടെ മറ്റു വിഭാഗക്കാർ പറയുന്നത് 2019 ശേഷം ആര്യാടൻ ഷൗക്കത്ത് നമ്മളെ ആരെയും വിമർശിച്ചിട്ടില്ല, അതുകൊണ്ട് ഇക്കുറി ആര്യാടൻ ഷൗക്കത്തിനൊപ്പം നമുക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ വെൽഫെയർ പാർട്ടിയെ UDFന്റെ അഫിലിയേറ്റഡ് കക്ഷി, അതായത് UDFന്റെ അസോസിയേറ്റ് ഘടക കക്ഷിയാക്കി മാറ്റാനുള്ള ശ്രമവും VD സതീശനും സംഘവും ശ്രമിക്കുന്നുണ്ട്. കാരണം PV അൻവറിനോട് പറഞ്ഞു, നിങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങളുടെ അസോസിയേറ്റഡ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്പോഴാണ് അൻവർ പറഞ്ഞത്, അങ്ങനെയല്ല, അസോസിയേറ്റ് മെമ്പർ ആകാനില്ല, എന്നെങ്കിൽ ഘടകകക്ഷി ആക്കണം തൃണമൂലിനെ എന്ന് വാശി പിടിച്ച് അൻവർ പുറത്തേക്ക് പോയി. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയെ അസോസിയേറ്റ് മെമ്പറാക്കി ഒപ്പം കൂട്ടാനാണ് VD സതീശനും സംഘവും ശ്രമിക്കുന്നത്. ഇത് എന്തിൻ്റെ കാലക്കേടിൻ്റെ സൂചനയാണ് എന്നാണ് മറ്റ് മുന്നണികൾ, ഇടതുമുന്നണിയിലും അതുപോലെ തന്നെ BJPയിലെയും ആളുകൾ പറയുന്നത്. ഇത് കാലക്കേടിൻ്റെ സൂചനയാണ്. കോൺഗ്രസ് ഒരു അതിതീവ്ര മതരാഷ്ട്രവാദിയായ ഒരു സംഘടനയെ അവരുടെ കക്ഷിയായി, UDFന്റെ കക്ഷിയായി ചേർക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് ആരോപണമുണ്ട്. മുസ്ലിം ലീഗിനും ഇതത്ര ദഹിച്ചിട്ടില്ല. ഇതാണ് UDF വോട്ട് നേടുന്നതിന് എന്ത് കൂടോത്രവും കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ആശാ സമരം. ആശാ വർക്കർമാരെ കൊണ്ടുവരികയാണ് UDF വീണ്ടും. മിനിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും. മിനിയെ ഞങ്ങൾ വിസ്മയ ടീം തന്നെ തിരുവനന്തപുരത്ത് പോയി ഇന്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ മിനി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും നിലമ്പൂർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആശമാരുടെ ആവേശമൊക്കെ കൂടും, ആശമാർക്ക് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വോട്ട് കിട്ടുമെന്നാണ്. ആകെ 4, 3, 7 പേരാണ് സെക്രട്ടേറിയറ്റ് നടയിൽ ഇപ്പോഴുള്ളത്. സമരത്തിന് ആളൊക്കെ കൊഴിഞ്ഞുപോയി. ഈ 7 പേരാണ് അങ്ങോട്ടേക്ക് നിലമ്പൂർ പോയിട്ട് പ്രചരണം, അവിടെ പോയിട്ട് മാർച്ച് നടത്തും, പിന്നെ വീടാന്തരം കയറി ഇറങ്ങും എന്നൊക്കെയാണ് മിനി സഖാവിൻ്റെ പ്രഖ്യാപനം. പക്ഷേ ഇതെത്രമാത്രം വിലപ്പോവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ആശാസമരം കെട്ടടങ്ങിയ ഒരു സമരമാണ്. UDF അതുപോലെ തന്നെ നിലമ്പൂരിൽ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിവാദങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ചീട്ടുകൊട്ടാരം പോലെ പൊട്ടിപ്പാളിസായി പോകുന്ന അവസ്ഥയും നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ UDFന്റെ ഈ കുതന്ത്രങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വിജയിക്കാൻ പോകുന്നില്ല. അവർ ആശമാരെ കൊണ്ടുവന്നാലും കൊള്ളാം, ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷേ അവരുടെ അവർ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. അവർ ആവേശത്തോടെ ഉന്നയിച്ചു കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ നിറംകെട്ട് മങ്ങിപ്പോയി. അവർക്ക് ഒപ്പമുള്ള ആളുകൾ തന്നെ അവരെ ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് എന്ന് ലീഗ് തന്നെ പറയുന്നു, സതീശനുമൊക്കെ വിമർശിക്കുന്നു. പിന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്വതസിദ്ധമായ ആര്യാടൻ ഷൗക്കത്ത് തന്നെ മാണിസാറാകാൻ ശ്രമിച്ചിട്ട് നാണം കെട്ട അവസ്ഥയുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഇടത് ക്യാമ്പിൽ വളരെ
എന്താണ് കൃത്യമായുള്ള പ്രവർത്തനവുമായി സ്വരാജ് മുന്നോട്ട് പോകുന്നത്. സ്വരാജ് ഈ ജമാഅത്തെ ഇസ്ലാമി UDF തമ്മിലുള്ള ചേർച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ചേരേണ്ട സമയത്ത് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്തൊന്നും വലിയ പുതുമ ഇല്ല. അതൊന്നും LDFന്റെ ജയസാധ്യതയെ മങ്ങലേൽപ്പിക്കുന്ന കാര്യമല്ല എന്നാണ് M സ്വരാജ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ എല്ലാവിധ ഉഡായിപ്പുകളെയും എല്ലാവിധ ദുരാരോപണങ്ങളും UDF കൊണ്ട് നിലമ്പൂരിൽ തള്ളുന്നുണ്ട്. നിലമ്പൂരിൽ ഇങ്ങനെ ഡംപ് ചെയ്യുകയാണ്. ഡംപ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ദുരാരോപണങ്ങൾ, സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ. എല്ലാത്തിനും തിരിച്ചടി കിട്ടിയാലും വീണ്ടും വീണ്ടും കൊണ്ട് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ക്യാമ്പസിലെ പിള്ളേരൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത്, അവിടെ വേടന്റെ പാട്ടുകൾ, അല്ലെങ്കിൽ ഒന്നുകിൽ വേടനെ തന്നെ കൊണ്ടുവരിക, അല്ലെങ്കിൽ വേടന്റെ പാട്ടുകൾ പാടി ആവേശം, ഇടത് ക്യാമ്പിന് ആവേശം കൂട്ടുക എന്നൊരു ശ്രമത്തിലേക്ക് SFI പിള്ളേരൊക്കെ പോയിട്ടുണ്ടെന്നാണ് അവിടെയുള്ള സാധാരണ സഖാക്കളൊക്കെ പറയുന്നത്. വേടന്റെ പാട്ടുകൾ കൂടി ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ക്യാമ്പിൽ ആവേശവുമായി എത്തും എന്നാണ് അവിടെയുള്ള സാധാരണക്കാർ പറയുന്നത്. കാരണം അത്രയും ആവേശം വന്നാലേ ഈ നുണബോംബുകളൊക്കെ തള്ളി താഴെ ഇടാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇടത് ക്യാമ്പ് ഇപ്പോൾ ആലോചിക്കുന്നത്.